പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 10 ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അതിഥികളായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ബിഗ് ബോസ് ടീമിലെ ടോപ്പ് 6 കണ്ടസ്റ്റൻസ് ആയിരുന്നു അതിൽ അതിഥികളായിട്ടൊക്കെ വന്നത്. കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളുമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന്. അപ്പോൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. സീസൺ 10 അതിഥികളായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് കോണ്ടസ്റ്റൻസ് ടോപ്പ് 6 ആണ്. ഇപ്പോൾ നമ്മൾ ബിഗ് ബോസ് സീസൺ 7 കണ്ടു. സീസൺ 7 ആയിരുന്നു അത്. അതിൽ 7ന്റെ പണിയായിരുന്നു കൊടുത്തിരുന്നത് എല്ലാവർക്കും. അപ്പോൾ നമ്മളൊക്കെ ഐഡിയ സ്റ്റാർ സിംഗറിൽ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് വരുമ്പോൾ നമ്മൾ കരുതി ടോപ്പ് 7 ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കും, ടോപ്പ് 7 വരെയുള്ള ആൾക്കാർ അതിഥികളായിട്ട് അത് ഉണ്ടാകും എന്ന് കരുതി പ്രൊമോയൊക്കെ വന്നപ്പോൾ. പക്ഷെ ടോപ്പ് 7 ഉണ്ടായിരുന്ന അതിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. മിക്കവാറും അതിലേക്ക് കൊണ്ടുവരാനിരുന്നതിന്റെ കാരണം അതിലേക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ആ നെഗറ്റീവ്സ് ഉള്ള ഒരാളെ ഷോയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഷോയെ ബാധിക്കുമെന്ന് കരുതിയത് കൊണ്ടാവാം അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നൂറയോടൊപ്പം അവിടെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അകത്തേക്ക് അതിഥികളുടെ കൂട്ടത്തിലേക്ക് അതിലേക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ടോപ്പ് 6 ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പ് 6ന്റെ ആയിട്ടുള്ള ഷാനവാസും അനീഷും അക്ബറും അനുമോളും നൂറയും നിവിനും ഒക്കെയാണ് വന്നത്. അപ്പോൾ ഇവരുടെ നമ്മൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഈ പട്ടാ ഗേൾസ് എന്ന് പറയുന്ന ആദില, നൂറ, അനുമോൾ ടീം ഇങ്ങനെ സ്പ്ലിറ്റായി ഇതുപോലൊരു രീതിയിലേക്ക് വരുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ആദിലയും നൂറയും അനുമൊക്കെ അവിടെ കണ്ടപ്പോൾ ഒരു ജസ്റ്റ് ഹായ് ബൈ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ തമ്മിൽ വലിയ അടുപ്പമൊന്നും കാണിച്ചില്ല. ബാക്കിയുള്ള ആൾക്കാർ ഷാനവാസും അനീഷും അധികം സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഷാനവാസും അക്ബറും നിവിനും അനുമോളും ഒക്കെ ആയിട്ട് ഭയങ്കര നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് നമുക്ക് അവിടെ കാണാൻ പറ്റി. പക്ഷേ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഷാനവാസും അക്ബറും ഒക്കെ ഒരു വളരെ പൊട്ടിത്തെറിക്കുന്ന ഒരു രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. പക്ഷെ പുറത്തു വന്നപ്പോൾ അത് ഒരു ഗെയിം ആണെന്ന് കരുതി അവർ ആ ഗെയിം എല്ലാം ഉപേക്ഷിച്ച് റിയൽ ക്യാരക്ടേഴ്സ് ആയി മാറുകയായിരുന്നു. പക്ഷെ ഇപ്പോഴും ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന പഴയ കണ്ടസ്റ്റൻസ്, അതായത് ടോപ്പ് 7 ടോപ്പ് 6 എത്താത്ത ആൾക്കാർക്ക് ഇപ്പോഴും അവരുടെ ഒരു ബിഗ് ബോസിന്റെ ആ ഷോയുടെ അന്നത്തെ ഒരു സ്റ്റെപ്പ് അപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അവർ അവിടെ തന്നെ ഇങ്ങനെ എയറിൽ തന്നെ നിൽക്കുകയാണ്. അത് നെഗറ്റീവ് കമന്റ്സ്, അവരുടെ നെഗറ്റീവ് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ് അവർ. ബിന്നിയും ഷാരികയും ബിൻസിയും ഒക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഷാനവാസും അക്ബറും നിവിനും ഒക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഹാപ്പി ആയിട്ട് പെരുമാറുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഒരു കുറച്ച് നെഗറ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു ടീമുണ്ടല്ലോ, നമ്മളെ ബിൻസി ഒക്കെ വരുന്ന ആ ടീം ഇപ്പോഴും അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അവർക്ക് തന്നെ നെഗറ്റീവായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ബിഗ് ബോസ് ഷോയിൽ നമ്മൾ ലാസ്റ്റ് രണ്ടാഴ്ചയ്ക്ക് മുമ്പൊക്കെ നമ്മൾ കാണുമ്പോൾ, അതായത് നിവിന്റെയും അനുമോളുടെയും ഒക്കെ ഭയങ്കര വെള്ളമൊഴിക്കുന്ന പ്രശ്നത്തിന്റെ അടിയൊക്കെ വന്നപ്പോൾ നമ്മൾ കരുതി ഒരിക്കലും അവർ ഇനി ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ എന്ന രീതിയിൽ പോകത്തില്ല എന്ന് കരുതിയതാണ്. പക്ഷെ അവസാന ആഴ്ചയൊക്കെ ആയപ്പോഴത്തേക്ക് അവരുടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവിടെ വർക്കൗട്ട് ആവുകയും അവരുടെ ആ കോംബോ അവിടെ നന്നായിട്ട് വർക്കൗട്ട് ആവുകയും ചെയ്തു. അതേ ഒരു കോംബോ തന്നെ ഐഡിയ സ്റ്റാർ സിംഗർ സ്റ്റേജിലും അവർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. നിവിനും അനുമോളുമായിട്ടൊരു ടാസ്കിൽ അവിടെ പങ്കെടുക്കുകയും അതൊരു തീറ്റ മത്സരമായിരുന്നു. ക്രീം ബൺ എല്ലായിടത്തും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗറിലും അത് തന്നെയായിരുന്നു ട്രെൻഡിങ്. അത് പ്രത്യേകിച്ച് നിവിനും അനുമോളും കൂടെ ആ മത്സരത്തിൽ പങ്കെടുക്കുന്ന കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോൾ ഇത്രയും ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് അല്ലാന്ന് നമുക്ക് മനസ്സിലായ കാര്യം. ക്രീം ബണ്ണൊക്കെ കഴിക്കുമ്പോൾ വലിച്ചു വാരി കഴിച്ച് മുഖത്തെ മേക്കപ്പും ലിപ്സ്റ്റിക്കും ഒന്നും കെയർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ബിഗ് ബോസ് ഹൗസിലും അനുമോൾ ഇത് തന്നെയാണ് കാഴ്ചവെച്ചത്. കാരണം എപ്പോൾ ഒരു ഗെയിം കിട്ടിക്കഴിഞ്ഞാൽ അനുമോൾ 100% കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതിൽ ജയിക്കുവോ തോൽക്കുവോ എന്നുള്ളത് അനുമോൾ പിന്നീട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതുപോലെ തന്നെ ആയിരുന്നു ഐഡിയ സ്റ്റാർ സിംഗറിന്റെ സ്റ്റേജിലും അനുമോൾ 100% കൊടുക്കുകയും ചെയ്തു. അനുമോൾ അവിടെ ജയിക്കുകയും ചെയ്തു. നിവിന് നമ്മൾ ബിഗ് ബോസിലൊക്കെ കണ്ടിട്ടുണ്ട്, നിവിന് ഭയങ്കര തീറ്റയോട് താല്പര്യമുള്ള ഒരാളും ഭയങ്കര തീറ്റക്കാരൻ. പക്ഷെ അവിടെ വന്നിട്ട് 3 ക്രീം ബണ്ണ് നിവിന് തികച്ച് കഴിക്കാൻ പറ്റാത്ത ഒരു രീതിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ മത്സരത്തിൽ വിജയിയായത് അനുമോളാണ്. അനുമോൾക്ക് അപ്പം ചിത്ര ചേച്ചി ഒരു ഡയമണ്ട് റിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഐഡിയ സ്റ്റാർ സിംഗറിന്റെ ഫസ്റ്റ് സീസൺ 10 ഫസ്റ്റ് സ്റ്റേജ് അവിടെ വളരെ മനോഹരമായിട്ട് ഈ ബിഗ് ബോസ് സീസൺ 7 6 കണ്ടസ്റ്റൻസും കൂടി വളരെ ഭംഗിയായിട്ട് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ സിംഗർ സീസൺ 10 സ്റ്റേജിൽ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരുന്നു തന്നെ പറയാം. അത്രയ്ക്ക് മനോഹരമായ ഒരു എപ്പിസോഡായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. വളരെ മനോഹരമായിരുന്നു. കുറച്ച് വീഡിയോ ഭാഗങ്ങൾ ഞാൻ അത് ഇവിടെ ചേർക്കുന്നുണ്ട്. ആങ്കറായ മിഥുൻ തന്നെ പറയുന്നുണ്ട്, അനുമോൾ ഈ ബൺ തീറ്റ മത്സരത്തിൽ അനുമോൾ വിജയിക്കുമ്പോൾ ആങ്കർ മിഥുനാണ്. മിഥുൻ പറയുന്നുണ്ട് ഒരു 100 സെക്കൻഡ് പോലും അനുമോളെ കൂടെ പിടിച്ചു നിൽക്കാൻ മിഥുന് പോലും പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളൊക്കെ ഈ 100 ദിവസം അനുമോളെ കൂടെ അവിടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന നിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ തോറ്റവരല്ല, യഥാർത്ഥത്തിൽ ജയിച്ചവരാണ്. കാരണം മിഥുന് ഒരു 100 സെക്കൻഡ് പോലും അനുമോളെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് തമാശ രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.